ഭാരതീയ ചക്രവർത്തികളിൽ പ്രമുഖനായ വിക്രമാദിത്യന്റെ ജനനത്തെ ശിവഭഗവാനുമായി ബന്ധപ്പെടുത്തി കഥാസരിത് സാഗരത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. അതിപ്രകാരമാണ്. ഉജ്ജയിനിലെ രാജാവായിരുന്നു മഹേന്ദ്ര ആദിത്യൻ. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യം ഐശ്വര്യ സമൃദ്ധമായിരുന്നു. ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ രാജഭരണത്തിൻ കീഴിൽ ധീരന്മാരും സുഖവാന്മാരുമായിരുന്നു. രാജാവ് സൗമ്യദർശന എന്ന കുമാരിയെ വിവാഹം ചെയ്തു. വിവാഹാലോചന ചടങ്ങുകൾ ഗംഭീരമായി നടന്നു. വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും രാജ്ഞി ഗർഭവതിയായില്ല. അപുത്ര ദുഃഖത്താൽ മഹേന്ദ്ര ആദിത്യനും പത്നിയും ഏറെ വിഷമിച്ചു. രാജ്യം മുഴുവൻ രാജാവിന്റെ ദുഃഖത്തിൽ പങ്കാളികളായി. ഈ സമയം മന്ത്രിമുഖ്യനായ സുമതിയും പടനായകനായ വജ്രബാഹുദനും പുരോഹിതനായ മഹാധീരനും രാജാവിനെ മുഖം കാണിച്ച് ഇങ്ങനെ പറഞ്ഞു: രാജൻ, ഞങ്ങളുടെ വാക്കുകൾ അവിവേകമാണെങ്കിൽ അവിടുന്ന് പുറത്തായോ? പ്രഭു, അവിടുത്തെ അനപത്യ ദുഃഖം രാജ്യത്തിൻ്റെതായി തീർന്നിരിക്കുന്നു. പുത്രലാഭാർത്ഥം അങ്ങ് വ്രതാനുഷ്ഠാനങ്ങൾ ആചരിക്കണമെന്നാണ് ഞങ്ങളുടെ പക്ഷം. മനുഷ്യരാൽ സാധ്യമാകാത്ത പ്രശ്നപരിഹാരങ്ങൾ ദൈവപ്രാർത്ഥനയിലൂടെ ലഭ്യമാകുമെന്നാണല്ലോ അനുഭവം. സേവകരുടെ ഉപദേശം മഹേന്ദ്ര ആദിത്യനും പത്നിയും പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു. അവർ പുരോഹിതന്റെ നിർദ്ദേശാനുസരണം വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടു. ഇക്കാലത്ത് തന്നെ മ്ലേച്ഛന്മാരായ ജനതയുടെ ഉപദ്രവങ്ങൾ കൊണ്ട് ദേവലോകം ദുഃഖിതരായി തീർന്നു. പ്രശ്നപരിഹാരാർത്ഥം അവർ കൈലാസപതിയായ പരമശിവനെ സമീപിച്ചു. ഭഗവാനെ, അവിടുന്ന് മഹാവിഷ്ണുവും ലോകക്ഷേമാർത്ഥം നിരവധി അസുരന്മാരെ നശിപ്പിച്ചു. പക്ഷെ ആ ദുരാത്മാക്കൾ ഇന്ന് മനുഷ്യരായി ഭൂമിയിൽ പിറന്നിരിക്കുന്നു. മ്ലേച്ഛന്മാരും നീചരുമായ അവർ ദേവപൂജയെ നിന്ദിക്കുന്നു. ബ്രാഹ്മണഹത്യയും യജ്ഞലംഘനവും സർവ്വസാധാരണയുമായിരിക്കുന്നു. ദേവ, ഭൂമിയിൽ ബ്രാഹ്മണർ വ്രതാനുഷ്ഠാനത്തോടെ അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസാണല്ലോ ദേവന്മാരുടെ ആഹാരം. ദുഷ്ടജനതയുടെ ഉപദ്രവത്താൽ ബ്രാഹ്മണർ ഭയന്ന് ഇന്ന് ഹോമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. തത്ഫലമായി പ്രഭു, ദേവന്മാർ കൊഴും പട്ടിണിയിലാണ്. പ്രസ്തുത അവസ്ഥ തുടർന്നാൽ ദേവവംശത്തിന്റെ ഗതി എന്താവും? മഹേശ്വര, അങ്ങ് ഈ മ്ലേച്ഛന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ. പരമേശ്വരൻ അവരെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി: ദേവകളെ, നിങ്ങളുടെ ദുഃഖത്തിന് ആഴം ഞാൻ ഊഹിക്കുന്നു. മ്ലേച്ഛന്മാരായ ജനതയെ ഉന്മൂലനം ചെയ്യുന്ന കാലം സമാഗതമായെന്ന് നനച്ചുകൊണ്ട് മടങ്ങിപ്പോവുക. അതിൻ പ്രകാരം ദേവന്മാർ മടങ്ങി. പരമേശ്വരൻ മാല്യാവാനെ വിളിച്ച് ഇപ്രകാരം ആജ്ഞാപിച്ചു: ഹേ മാല്യാവ, ഭൂമി മ്ലേച്ഛന്മാരാൽ നിറഞ്ഞിരിക്കുന്നു. ആ വൃത്താന്തം നീ അറിഞ്ഞുവല്ലോ. ഭൂമി ശുദ്ധീകരിക്കേണ്ട കർത്തവ്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. മാല്യവ, നീ ഭൂമിയിൽ പോയി മഹേന്ദ്രാദിത്യന്റെ രാജാവിന്റെ പുത്രനായി പിറക്കുക. പ്രഭു, അവിടുത്തെ ഏതാജ്ഞയും ശിരസാ വഹിക്കുവാൻ ഞാൻ നിയോഗപ്പെട്ടവനാണ്. അതേക്കുറിച്ച് ആശങ്കകളും ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല. യജമാനെ അവിടുന്ന് അറിയിച്ചാലും ഭൂമിയിൽ എന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായികൾ വേണ്ടതല്ലേ? മാല്യവാൻ ആകാംക്ഷയോടെ അന്വേഷിച്ചു. ഭഗവാന്റെ ചുണ്ടുകൾ ഒരു മന്ദഹാസത്താൽ വിടർന്നു. അദ്ദേഹം മാല്യാവാന്റെ സംശയത്തിന് മറുപടി നൽകി: അല്ലയോ വീര, നിന്റെ ആശങ്ക അസ്ഥാനത്തല്ലെന്ന് മനസ്സിലാക്കുക. ഭൂമിയിൽ മനുഷ്യനായി ജന്മം കൊള്ളുന്ന നിന്നാൽ മാത്രം മ്ലേച്ഛവർഗത്തെ നശിപ്പിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. ആയതിനാൽ മർദ്ദജന്മം സ്വീകരിക്കുന്ന നിനക്ക് യക്ഷവേതാള രാക്ഷസാദികൾ അധീനപ്പെട്ടിരിക്കും. ഭൂമിയിൽ ദിവ്യ ചക്രവർത്തിയായി വാഴുന്ന നീ വൈദിക കർമ്മങ്ങളെ പുനരുജ്ജീവിപ്പിക്കേണ്ടതാകുന്നു. പരമേശ്വര, അവിടുത്തെ ഹിതം എപ്രകാരമോ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മാല്യവാൻ ഭഗവാനെ നമിച്ചതിന് ശേഷം തന്റെ അവതാര ലക്ഷ്യത്തിലേക്ക് കടന്നു. ഇപ്രകാരം പരമേശ്വരന്റെ നിർദ്ദേശാനുസരണം മാല്യവാൻ മഹേന്ദ്രാദിത്യ രാജാവിന്റെ പുത്രനായി പിറന്നു. ഈ ശിശുവാണ് പിൽക്കാലത്ത് വിക്രമാദിത്യൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നതെന്നാണ് കഥ. അടുത്തത് ഗൃഹപതിക്ക് ദീർഘായുസ് ലഭിച്ച കഥയാണ്. തുടരും.